ഇടതുമുന്നണി വിട്ടുപോയ സ്വതന്ത്ര എം.എൽ.എ നിലമ്പൂരിലെ പി.വി. അൻവർ ഒരു പടി പിന്നാക്കം പോയിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപന കാര്യത്തിൽ. അദ്ദേഹം കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞത് പുതിയ പാർട്ടി പ്രഖ്യാപിക്കും, അതിൻ്റെ നയരൂപരേഖ ഒക്ടോബർ 6 മഞ്ചേരിയിലെ വലിയ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കും എന്നായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ അദ്ദേഹം നിലപാട് മാറ്റി. പുതിയ രാഷ്ട്രീയ പാർട്ടി ഉടനെ പ്രഖ്യാപിക്കുന്നില്ല, പകരം ഒരു സാമൂഹിക സംഘടനയാണ് താൻ രൂപീകരിക്കാൻ പോകുന്നത് എന്ന് അൻവർ മാറ്റി പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ പേരും അദ്ദേഹം പറഞ്ഞു, അതായത് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള, DMK. നമുക്കറിയാം വേറൊരു DMK ഉണ്ട്, തമിഴ് ദ്രാവിഡ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പുതിയ അധികാര രൂപമായ തമിഴ്നാട് സർക്കാരിനെ നിയന്ത്രിക്കുന്ന പാർട്ടി DMK, ദ്രാവിഡ മുന്നേറ്റ കഴകം. ആ ദ്രാവിഡ പ്രസ്ഥാനവുമായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ല. പക്ഷേ പി.വി. അൻവർ ഇതിനിടയ്ക്ക് ചെന്നൈയിൽ പോയിട്ട് DMK നേതാക്കളെയൊക്കെ കണ്ടിരുന്നു എന്ന് വാർത്ത വന്നിരുന്നു. അവർ വലിയൊരു സഹകരണം അൻവറുമായിട്ട് വേണ്ട എന്ന് തീരുമാനിച്ചു. കാരണം തമിഴ്നാട്ടിൽ CPIM DMK മുന്നണിയിലെ ഘടകകക്ഷിയാണ് എന്നതുകൊണ്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി വളരെ അടുത്ത ഊഷ്മളമായൊരു ബന്ധം തമിഴ്നാട് മുഖ്യമന്ത്രി M.K. സ്റ്റാലിനുണ്ട് എന്നതുകൊണ്ടും CPIM-നെ തള്ളിപ്പറയാൻ DMK തയ്യാറല്ലാത്തത് കൊണ്ടും പി.വി. അൻവറിൻ്റെ ചെന്നൈയിലെ രാഷ്ട്രീയ നീക്കങ്ങൾ പാളിപ്പോയി. പക്ഷെ അദ്ദേഹത്തിന് DMK എന്ന ആ പേര് ഉപയോഗിക്കണം, അതിൻ്റെ ചുരുക്കരൂപം. അതുകൊണ്ടാണ് അദ്ദേഹം DMK സ്വപ്നങ്ങൾ വിട്ടിട്ട് തൻ്റെ പാർട്ടി ഒരു സാമൂഹിക സംഘടനയാണെന്നും സേവനമാണ് മുഖ്യ ലക്ഷ്യമെന്നും അതിന് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന് DMK എന്നെല്ലാവരും ചുരുക്കി പറയുമല്ലോ, അങ്ങനെ ഒരു മലക്കം മറിച്ചിൽ പി.വി. അൻവർ നടത്തിയിരിക്കുന്നു. എന്തായാലും രാഷ്ട്രീയ പാർട്ടി തുടങ്ങുന്നതിന് സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടത്രേ. അതിൻ്റെ നിയമവശങ്ങൾ കുറെ കൂടി ആലോചിക്കാനുണ്ട്. അതുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം തൽക്കാലം നീട്ടി വയ്ക്കുന്നത് എന്ന് പി.വി. അൻവർ പറഞ്ഞിരിക്കുന്നു. ഇതേ കാര്യമാണ് ഞങ്ങൾ ഇന്നലെ ചെയ്ത വീഡിയോയിലും മുൻകൂട്ടി സൂചിപ്പിച്ചത്. അതായത് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചാൽ അൻവർ അതിൻ്റെ ഭാരവാഹിയായാൽ അദ്ദേഹത്തിന് MLA സ്ഥാനം നഷ്ടപ്പെടും. ഇടത് ജനാധിപത്യ മുന്നണി സ്വതന്ത്രനായിട്ട് ജയിച്ച് ഇടതുമുന്നണി പാർലമെന്ററി പാർട്ടി അംഗത്വമുള്ള പി.വി. അൻവർ പുതിയ പാർട്ടി രൂപീകരിച്ച് അതിൻ്റെ ആളായാൽ MLA സ്ഥാനം ചോദ്യം ചെയ്യപ്പെടും, സ്പീക്കറുടെ നോട്ടീസ് വരും, ആരെങ്കിലും കോടതിയിൽ പോകും, സുപ്രീം കോടതി വരെ പോയിട്ട് കേസുണ്ടാവും, MLA സ്ഥാനം നഷ്ടപ്പെടും എന്നീ നിയമവശങ്ങൾ ഞങ്ങൾ ഇന്നലെ വീഡിയോയിൽ സൂചിപ്പിച്ചതാണ്. അപ്പോൾ ചില പ്രേക്ഷകർ അതിനെ വിമർശനത്തോടെ കാണുകയും ചിലർ അതിനെ മനസ്സിലാക്കി പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഫോളോ അപ്പ് കൃത്യമായി വന്നിരിക്കുന്നു. അൻവറിന് തന്നെ കാര്യം പിടികിട്ടി. രാഷ്ട്രീയ പാർട്ടി രൂപീകരണ പ്രഖ്യാപനവും തൽക്കാലം നടത്താതിരിക്കുന്നതാണ് ബുദ്ധി. അത് തൻ്റെ MLA സ്ഥാനം ഇല്ലാണ്ടാക്കുമെന്നും പി.വി. അൻവറിന് കൃത്യമായ നിയമ ഉപദേശം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന സാമൂഹിക സേവന സംഘടനയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഫലത്തിൽ ഒരു രാഷ്ട്രീയ നീക്കം CPIM-നെതിരെ മലപ്പുറത്ത് വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തൽക്കാലം പി.വി. അൻവറിന് സാധിക്കില്ല എന്ന രൂപത്തിലേക്ക് രാഷ്ട്രീയ സാഹചര്യങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ വരാവുന്നത് അദ്ദേഹം സ്വയമേവ നിലമ്പൂർ MLA സ്ഥാനം രാജിവെച്ചാൽ അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരും. അങ്ങനെയാണെങ്കിൽ 3 അസംബ്ലി തിരഞ്ഞെടുപ്പിലും ഒരു ലോക്സഭാ സീറ്റിലും വൈകാതെ ഉപതെരഞ്ഞെടുപ്പ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിക്കും. അതായത് പാലക്കാട്, അതേപോലെ ചേലക്കരയിലും. പാലക്കാട് ഷാഫി പറമ്പിൽ വടകരയിൽ MP ആയതുകൊണ്ട് പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരും. അതുപോലെ ചേലക്കരയിൽ നിന്നും K. രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെച്ച് കേന്ദ്രത്തിൽ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിൽ മന്ത്രിസ്ഥാനം രാജിവെച്ച് അവിടെ ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരും. പിന്നെ അതേപോലെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി രാജിവെച്ച് അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് പ്രിയങ്ക ഗാന്ധി വരുന്നു, അവിടെയും ബൈ ഇലക്ഷൻ വരും. കൂടെ നിലമ്പൂരും വരുമോ ഇല്ലയോ എന്നതാണ് ചോദ്യം. അങ്ങനെ വരികയാണെങ്കിൽ 3 അസംബ്ലി മണ്ഡലങ്ങളിലേക്കും ഒരു ലോക്സഭാ സീറ്റിലേക്കും കേരളത്തിൽ നിന്നും അടുത്ത മാസം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത മാസം തെരഞ്ഞെടുപ്പ് ബൈ ഇലക്ഷൻ നടത്താനുള്ള സാധ്യതകളുമായിട്ടായിരിക്കും ഇലക്ഷൻ കമ്മീഷന്റെ അറിയിപ്പ് വൈകാതെ ഉണ്ടാവുക. അത് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്.